സത്യം പറഞ്ഞാൽ തല്ലിക്കൊല്ലുമോ? ധർമ്മസ്ഥലയിൽ നിന്ന് പിന്നെ മറ്റെന്താണ് ഈ നിമിഷത്തിൽ പറയാൻ കഴിയുക? പതിറ്റാണ്ടുകളോളം നടന്ന കൂട്ടക്കുരുതി, കണ്ണടച്ചിട്ടാക്കിയ ഭരണകൂടങ്ങളും പരാതികളെല്ലാം ചവറ്റുകുട്ടയിൽ തള്ളിയ പോലീസും, ലോകം ഞെട്ടിയ വെളിപ്പെടുത്തൽ പോലും എങ്ങനെ തള്ളിക്കളയാമെന്ന് ധർമ്മസ്ഥല തെളിയിച്ചപ്പോൾ ന്യൂസ് 18 കേരളമടക്കം ധൈര്യത്തോടെ ഈ വാർത്ത കെടാതെ പുറത്തു കൊണ്ടുവന്നത് മാധ്യമങ്ങളാണ്. ഒരു ഭീഷണിക്കും സത്യം പറയുന്ന മാധ്യമങ്ങളുടെ വായ മൂടിക്കെട്ടാനാവില്ലെന്ന് മനസ്സിലായപ്പോഴാണ് ഒടുവിൽ അന്വേഷണവും പരിശോധനയും തെളിവെടുപ്പും തുടങ്ങിയത്. അങ്ങനെ കുഴിച്ചു കുഴിച്ച അസ്ഥികൂടങ്ങളും മായ്ച്ചു കളഞ്ഞ സത്യങ്ങളും പുറത്തേക്ക് വരുമ്പോൾ പിന്നെ മുന്നിലുള്ളത് സത്യം പറയുന്നവരെ അടിച്ചൊതുക്കൽ മാത്രമാണ്. മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കുക, ജീവന് ഭീഷണി ഉയർത്തുക, അടിച്ചൊതുക്കി ആശുപത്രിയിലാക്കുക. ഡി ഗ്യാങ് എന്ന കൊടും ക്രിമിനൽ സംഘം വീണ്ടും നിയമം കയ്യിലെടുക്കുമ്പോൾ പക്ഷേ അപ്പോഴും കർണാടക പോലീസിന് ചെവിയും കേൾക്കില്ല, കണ്ണും കാണില്ല. എന്ത് നടപടിയാണ് ഉണ്ടാകുന്നത്? ഇതുകൊണ്ടൊന്നും ആരും പേടിച്ച് പിൻവാങ്ങില്ല. സത്യം എക്കാലവും